നമസ്കാരം. നമുക്കറിയാം, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രവചനാതീതമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കുന്നത്. കാലാവസ്ഥയെക്കുറിച്ച് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. പല റോഡ് അപകടങ്ങളും മരണങ്ങളുമൊക്കെ സംഭവിക്കുന്നത് അപ്രതീക്ഷിത കാലാവസ്ഥ കൊണ്ടാണ്. നമ്മൾ കരുതലോടെ മുന്നോട്ട് പോവുക മാത്രമാണ് ഇതിനുള്ള ഒരു പ്രതിവിധി. പരമാവധി മുൻകരുതൽ എടുക്കുക, അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, നിയമങ്ങൾ ലംഘിക്കാതിരിക്കുക. ഇതൊക്കെയാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ചെയ്യാൻ സാധിക്കുന്നത്. UAE-യിൽ പൊടിക്കാറ്റ് രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. UAE-യിൽ പൊടിക്കാറ്റ് രൂക്ഷമാകുന്ന ഘട്ടത്തിൽ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പൊടിക്കാറ്റ് ഉണ്ടാകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പൊടിക്കാറ്റിൻ്റെ സമയത്ത് വാഹനം ഓടിക്കുന്നത് ഏറെ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പൊടിക്കാറ്റ് രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ദൂരക്കാഴ്ച കുറയുമെന്നത് മാത്രമല്ല, ടയറുകളിൽ മണൽ ചിതറിക്കിടക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കും. റോഡുകളിലെ മണൽ അപകടകരമാണ്. കാരണം ടയറുകളുടെ ഗ്രിപ്പ് കുറയുകയും റോഡിൻ്റെ വശങ്ങൾ എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇത് ബുദ്ധിമുട്ടുണ്ടാകുകയും ഒക്കെ ചെയ്യും. ഇനി ഇത്തരം കാലാവസ്ഥകളിൽ റോഡിൽ സുരക്ഷിതരായിരിക്കാൻ നിങ്ങൾ പാലിക്കേണ്ട 5 നിയമങ്ങളെക്കുറിച്ചാണ്. വാഹനം ഓടിക്കുന്നതിന് മുമ്പ് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റുകൾ പരിശോധിക്കണം. പൊടിക്കാറ്റുകൾ ദൃശ്യപരത കുറയ്ക്കുന്നതിനാൽ കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പൊടി നിറഞ്ഞ കാലാവസ്ഥയിൽ ഇത് പ്രവർത്തിക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുക എന്നതാണ് മറ്റൊന്ന്. എതിരെ വരുന്ന വാഹനങ്ങളിൽ നിന്നുള്ള പൊടി, എതിരെ വരുന്ന വാഹനങ്ങൾ, റോഡിലെ കുഴി അല്ലെങ്കിൽ വളവ് പോലുള്ള സംഭവങ്ങൾ കാണാൻ കഴിയാതെ വന്നാൽ അപകടങ്ങൾക്ക് കാരണമായി തീരും. വാഹനങ്ങളുടെ ഗ്ലാസുകളിൽ വന്ന് പതിയുന്ന പൊടി കാഴ്ച തടസ്സപ്പെടുത്തിയേക്കാം. അതിനാൽ വേഗത കുറയ്ക്കുകയും മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുകയും ചെയ്തിരിക്കണം. റോഡിൻ്റെ അവസ്ഥയ്ക്ക് സുരക്ഷിതമായ വേഗതയിൽ വാഹനം ഓടിക്കുകയും ചെയ്യുക. കാരണം വാഹനം നിർത്താൻ ഇത്തരം കാലാവസ്ഥകളിൽ കൂടുതൽ സമയം ആവശ്യമായി വന്നേക്കാം. വാഹനം ഓടിക്കുമ്പോൾ ചിത്രങ്ങളോ വീഡിയോകളോ എടുക്കാതിരിക്കുക എന്നതാണ് മറ്റൊന്ന്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. കുറഞ്ഞ ദൃശ്യപരിധിയുള്ള സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ ഡ്രൈവിങ്ങിൽ മാത്രമായിരിക്കണം. വാഹനം ഓടിക്കുന്നവരോട് അബുദാബി പോലീസ് കുറഞ്ഞ ദൃശ്യപരിധിയുള്ള സാഹചര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്തതിലേക്ക് വന്നാൽ ഹസാർഡ് ലൈറ്റുകൾ ഉപയോഗിക്കാതെ ഇരിക്കുക എന്നതാണ്. പൊടി നിറഞ്ഞ സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇതെല്ലാം കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ ഹസാർഡ് ലൈറ്റുകൾ ഉപയോഗിക്കരുതെന്നും പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രാലയം ആവർത്തിച്ച് പറയുന്നുണ്ട്. വാഹനങ്ങളുടെ വിൻഡോകൾ അടച്ചിടണം. സുരക്ഷിതമായി വിൻഡോകൾ അടച്ച് AC ഓണാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പും അധികൃതർ നൽകുന്നുണ്ട്. കാലാവസ്ഥ മാറിയും തിരിഞ്ഞുമെല്ലാം വരും. കാലാവസ്ഥ വ്യതിയാനത്തോട് പൊരുത്തപ്പെട്ടേ മതിയാകൂ. പ്രകൃതി കലിതുള്ളി നിൽക്കുകയാണ്. ലോകം മുഴുവൻ കാലാവസ്ഥാ വ്യതിയാനത്തിന് അനന്തരഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രകൃതി അറിഞ്ഞു ജീവിക്കാത്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ നാം ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.